പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 13 ഹല്ലേലൂയ. സ്തോത്രം. വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിൻ്റെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറയും, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ കരം ഉയർത്തിയിട്ട് പറഞ്ഞ്, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടെ ശക്തിയോടെ പറഞ്ഞാണ്ട്, യഹോവ നല്ലവനാകുന്നു, ആ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സന്തോഷത്തോടെ പറഞ്ഞ്, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകുന്നതിനായിട്ട് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പരിചയമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മറവിടമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം സകല നാമത്തിലും മേലായ നാമം. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ഇന്ന് കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ അസാധാരണ പ്രവൃത്തികൾ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അങ്ങ് അവരെ സൗഖ്യമാക്കണം. ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലാകട്ടെ. ഹൃദയത്തിൻ്റെ ഇടുപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഹാർട്ട് മസിൽസ് നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. ആമേൻ. ഹൃദയത്തിലേക്കുള്ള രക്ത ഓട്ടം, ആമേൻ, രക്തത്തിൻ്റെ പമ്പിങ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമലായി തീരട്ടെ. ആമേൻ. നിൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ആമേൻ. ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. കർത്താവെ, ദിവസങ്ങളായി ചുമയുമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവെ, എപ്പോഴും ആമേൻ ആമേൻ ശാരീരിക അസ്വസ്ഥതകൾ, പനി മുതലായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ അസ്വസ്ഥതകൾ മാറട്ടെ. ഇന്ന് ബ്ലഡ് കൗണ്ടിനകത്ത് ആമേൻ ആമേൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലഡ് കൗണ്ടുകൾ നോർമലായി തീരട്ടെ. ശരീരത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അങ്ങ് വചനമായിച്ച് സൗഖ്യമാക്കും. ആമേൻ. വചനമായിച്ച് സൗഖ്യമാക്കും. അങ്ങനെ ഒരു വാക്ക് മതിയല്ലോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന ആ തിരുവെഴുത്തിനെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ആമേൻ യഹോവയാകുന്നു എന്ന തിരുവെഴുത്തിനെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ വചനപ്രകാരം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവീക സൗഖ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവർ ആരോഗ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി മാറട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ, മറ്റ് എന്തൊക്കെ ആവശ്യങ്ങളാണോ അതിന്മേലൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കണം. ജോലിയിലും സാമ്പത്തിക വിഷയങ്ങളിലും കർത്താവ് അത്ഭുതം ചെയ്യണം. കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. തക്ക സമയത്ത് അഡ്മിഷൻ്റെ വാതിലുകൾ തുറക്കപ്പെടണമേ. കർത്താവെ, എവിടെയാണോ കർത്താവ് തന്നെ കുഞ്ഞുങ്ങളെ പ്ലേസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ ദേശത്ത് കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് കർത്താവെ, കറക്റ്റ് സ്ഥലങ്ങളിൽ കർത്താവ് അവർക്ക് അഡ്മിഷൻ കൊടുത്തവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ്
ചെയ്യുന്നു. ഒരു വലിയ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ നാളത്തെ സഭായോഗത്തിന് വേണ്ടിയൂടെ പ്രാർത്ഥിക്കുക. ഇന്നലത്തെ മീറ്റിങ്ങും അങ്ങ് അനുഗ്രഹമാക്കി തീർത്തല്ലോ, സ്തോത്രം. നാളത്തെ സഭായോഗം ഏറ്റവും മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ മക്കൾ സഭയ്ക്ക് വേണ്ടിയും കർത്തദാസന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ആമേൻ. ഓരോ ദിവസങ്ങളിലും സഭ അതിൻ്റെ മഹത്വത്തിലൂടെ മുന്നേറുവാൻ ആമേൻ നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക. ആമേൻ. ശ്രദ്ധിച്ചേ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നുമാണ് കേൾക്കുന്നത്. സങ്കീർത്തനം 75 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 9-ാമത്തെ വാക്യം, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. തിരുവഴുത്തിൽ പറയുക, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. അത് ഈ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവമേ, അവിടെ പറയുന്നു, ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിൻ്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിൻ്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ആമേൻ എന്താ സംഭവിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ഒരു തീരുമാനമെടുക്കുക, ഞാൻ എന്നേക്കും പ്രസ്താവിക്കും, ഞാൻ യാക്കോബിൻ്റെ ദൈവത്തിന് എന്തു ചെയ്യും? സ്തുതി പാടിക്കൊണ്ടിരിക്കും. ആമേൻ. ഈ വാക്യം ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ആമേൻ. 75 പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് അതിനകത്ത് പല വാക്യങ്ങളുണ്ട്. അതിനകത്ത് പറയുന്നു, ഉയർത്തുന്നവൻ ദൈവമാകുന്നു, താഴ്ത്തുന്നവൻ ദൈവമാകുന്നു. അതിൻ്റെ 6-7 വാക്യങ്ങൾ പറഞ്ഞു, ഉയർച്ച കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വരുന്നില്ല, ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നേക്കും പ്രസ്താവിക്കും, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തുതി പാടും. സാഹചര്യങ്ങൾ നമ്മെ മിണ്ടാതെ ആക്കരുത്. പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങൾ കാരണം നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയാറില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഉത്തരം കാണാൻ കഴിയത്തില്ല. നമ്മളൊരു ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കും, ഒരു വാതിൽ തുറക്കപ്പെടാൻ കാത്തിരിക്കും, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കും, പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി കാത്തിരിക്കും, ഒരു മാറ്റത്തിനായി ഒക്കെ നമ്മൾ കാത്തിരിക്കും. പക്ഷേ ആ മാറ്റം താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് അങ്ങ് നിർത്തും. പക്ഷേ വേദോസം പറയുക, എൻ്റെ സാഹചര്യം എൻ്റെ സ്തുതിയെ നിയന്ത്രിക്കരുത്, എൻ്റെ ദൈവമാണ് എൻ്റെ സ്തുതിയെ നിയന്ത്രിക്കേണ്ടത്. എല്ലാം മനസ്സിലാകാത്തപ്പോഴും നമുക്ക് പറയാം, ദൈവം എന്താണ് ചെയ്യുന്നത് എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല, പക്ഷേ എൻ്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുക ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി. രോഗസൗഖ്യത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷേ നമുക്ക് പറയാം, അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും? നമ്മുടെ മനസ്സിൽ ഒരു നിരാശ വരും. കർത്താവ് സൗഖ്യമാക്കുമോ? കർത്താവ് വിടുവിക്കുമോ? അയ്യോ സൗഖ്യം നടക്കുമോ? പക്ഷേ വേദോസം പറയുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യണം, ഇല്ല ആമേൻ, എനിക്കറിയാം കർത്താവ് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ശരീരത്തിൽ ഞാനത് കാണുന്നില്ലെങ്കിലും, അല്ല ഇന്ന് ഞാൻ ആ പ്രാർത്ഥനയുടെ മറുപടി കാണുന്നില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്തത്തില്ല. ഞാൻ കർത്താവിന് സ്തോത്രം പറയും. ഞാൻ എന്നും കർത്താവിൻ്റെ നന്മകളെക്കുറിച്ച് എന്ത് പറയും? ഞാൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പ്രസ്താവിക്കും. സ്തുതി ഒരു തീരുമാനമാണ്. ഞാൻ പ്രസ്താവിക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രസ്താവിക്കും. സ്തുതിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു തീരുമാനമാണ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ സ്തുതിക്കുമെന്നല്ല, പിന്നെന്താ? ഞാൻ പ്രസ്താവിക്കും. അതൊരു തീരുമാനമാണ്. സാഹചര്യം പറയും മിണ്ടാതിരിക്കുക, എന്നാൽ വിശ്വാസം പറയും ഞാൻ പ്രസ്താവിക്കും. സാഹചര്യം പറയും ഒന്നും മാറുന്നില്ല, പക്ഷേ വിശ്വാസം പറയും ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യർ നമ്മളിൽ ദൈവം ചെയ്തത് കാണാതെ പോയാലും നമുക്ക് പറയാം, ഞാൻ ദൈവത്തിൻ്റെ നന്മയെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നിർത്തരുത്, ദൈവത്തിൻ്റെ നന്മയെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കണം. പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, അതുകൊണ്ട് ഇന്നും ഈ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിങ്ങനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ നമ്മുടെ കാഴ്ചപ്പാടങ്ങ് മാറും, നമ്മുടെ നിരാശ മാറാൻ തുടങ്ങും, നമുക്ക് പ്രത്യാശ വർദ്ധിക്കുവാൻ തുടങ്ങും. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത് ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തി ഓർക്കണം. നാം പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ പ്രശ്നം ഇങ്ങനെ വലുതായി വരും. എന്നാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വലുതായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 16 പൗലോസും ശീലാസും ജയിലിൽ കിടന്നപ്പോൾ അർദ്ധരാത്രി പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തത്. ജയിലിൻ്റെ വാതിൽ തുറന്ന ശേഷമല്ല അവർ സ്തുതിച്ചത്,
അവർ അടഞ്ഞു കിടക്കുമ്പോഴാണ് അവർ ദൈവത്തെ സ്തുതിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാം, വാതിൽ തുറന്ന ശേഷം മാത്രം ദൈവത്തെ സ്തുതിക്കത്തില്ല, വാതിൽ അടഞ്ഞിരിക്കുമ്പോഴും ഞാൻ എന്തു ചെയ്യും? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്തുവാ? മന്ത് ഓഫ് ഹയറിലമാണ്. അമേൻ. ഈ ഉയർന്ന തലത്തിൽ ജീവിക്കുക എന്നത് ഉയർന്ന കാഴ്ചപ്പാടിൽ നിന്ന് ദൈവത്തെ കാണുക എന്നുള്ളത്. താഴ്ന്ന കാഴ്ചപ്പാട് പറയുന്നു, എൻ്റെ പ്രശ്നത്തെ നോക്കൂ, അല്ലെങ്കിൽ ഞാൻ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടോ, ആമേൻ, ഇവിടെ ദൈവം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. താഴ്ന്ന കാഴ്ചപ്പാട്. എന്നാൽ ഉയർന്ന കാഴ്ചപ്പാടിൽ പോകുമ്പം ഞാൻ പറയും, എൻ്റെ ദൈവത്തെ നോക്ക്, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്തവനാണ്. ഹല്ലേലൂയ. ഇന്നും എൻ്റെ ദൈവം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആമേൻ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറയുക. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും, അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സാഹചര്യങ്ങൾക്ക് മുകളിൽ നിന്ന് കാണുവാനും അങ്ങയുടെ കാഴ്ചപ്പാടിൽ ആമേൻ എൻ്റെ ജീവിതത്തെ കാണുവാനും എല്ലാ കാലത്തും അങ്ങയുടെ നന്മ പ്രസ്താവിക്കുവാനും എനിക്ക് കൃപ തരണമേ. ആമേൻ. സാഹചര്യത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആമേൻ കാണാൻ, അങ്ങയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിതത്തെ കാണുവാൻ, ആമേൻ, എല്ലാ കാലത്തും അങ്ങയുടെ നന്മ ആമേൻ പ്രസ്താവിക്കുവാൻ അങ്ങനെക്ക് കൃപ തരണം. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ നാവിൻ്റെ മേൽ അങ്ങയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. അവരെപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നവരും അങ്ങയുടെ നന്മ പ്രസ്താവിക്കുന്നവരുമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു കാര്യം പറയാം, എന്തൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നാലും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. കരമുയർത്തി പറ, കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തൊരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.